കലാഭവൻ മണിയുടെ മരണത്തിലെ ആശയക്കുഴപ്പം നീക്കാൻ വിദഗ്ധ മെഡിക്കൽ സംഘം രൂപീകരിക്കും. അതേസമയം തെളിവുകളൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ കസ്റ്റഡിയിലെടുത്ത മണിയുടെ സഹായികളായ അരുൺകുമാർ, വിപിൻ, മുരുകൻ എന്നിവരെ വിട്ടയച്ചു. കൂടുതൽ വിവരങ്ങളുമായി ദിൽജിത്ത് ചേരുന്നുണ്ട്. ദിൽജിത്ത്, പുതിയ വിദഗ്ധ മെഡിക്കൽ സംഘം അതിന്റെ രൂപീകരണം എങ്ങനെയായിരിക്കും? ഒപ്പം തന്നെ സഹായികളെ വിട്ടയച്ചിരിക്കുന്നു. ഇനിയുള്ള മൊഴിയെടുക്കലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? സൗമ്യ, കലാഭവൻ മണിയുടെ മരണകാരണവുമായി ബന്ധപ്പെട്ടുള്ള അവ്യക്തത കുറവ് ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നടത്തി അല്ലെങ്കിൽ ഒരു നിഗമനത്തിൽ എത്തുന്നതിന് വേണ്ടി പ്രത്യേക മെഡിക്കൽ സംഘത്തെ രൂപീകരിക്കാൻ DGP നിർദ്ദേശം നൽകിയത്. തുടർന്ന് മണിയെ ചികിത്സിച്ച ഡോക്ടർമാരെയും ഫോറൻസിക് വിദഗ്ധന്മാരെയും രാസപരിശോധന വിഭാഗത്തിലെ വിദഗ്ധന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ പ്രത്യേക മെഡിക്കൽ സംഘം രൂപീകരിച്ചിരിക്കുന്നത്. ഇവർ കാക്കനാട്ടെ ഫോറൻസിക് ലബോറട്ടറിയിൽ നിന്ന് ലഭിച്ച പരിശോധനാ ഫലങ്ങളുടെ അവലോകനം നടത്തും. തുടർന്ന് കേന്ദ്ര ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ള ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം കൂടി ലഭ്യമായ ശേഷം ഇതെല്ലാം പഠിച്ച ശേഷമാവും ഇത്തരത്തിൽ മരണകാരണം സംബന്ധിച്ച ഒരു നിഗമനത്തിൽ എത്തിച്ചേരുക. തുടർന്നാവും കേസിന്റെ മുമ്പോട്ടുള്ള അന്വേഷണം പുരോഗതിയിലേക്ക് എത്തുക. കാരണം കീടനാശിനിയുടെ അംശം ശരീരത്തിൽ എത്തിയെന്ന് സ്ഥിരീകരിച്ചെങ്കിലും ഏത് അളവിൽ കീടനാശിനി ശരീരത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ കീടനാശിനി മരണത്തിന് കാരണമായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള അവ്യക്തത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മെഡിക്കൽ സംഘത്തെ നിയോഗിക്കുന്നത്. മരണകാരണം കണ്ടെത്താൻ 2 ആഴ്ചയ്ക്ക് ശേഷവും കഴിയാത്തതിനാലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുത്തിരുന്ന 3 സഹായികളെ വിട്ടയക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. ഇവരെ വിട്ടയച്ചിരുന്നുവെങ്കിലും 3 പേരെയും വിട്ടയച്ചിരുന്നുവെങ്കിലും എല്ലാ ദിവസവും ചോദ്യം ചെയ്യലിനായി സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നും ഇവരുടെ ചോദ്യം ചെയ്യൽ തുടർന്നു വരികയാണ്. ഏതായാലും ഇതുവരെയുള്ള അന്വേഷണത്തിൽ മണിയെ മനഃപൂർവ്വമായി അപകടപ്പെടുത്തി എന്ന തരത്തിലുള്ള യാതൊരു തെളിവുകളും മൊഴികളിലോ അല്ലെങ്കിൽ തെളിവുകളോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവിക മരണം എന്ന രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഏതായാലും കീടനാശിനിയുടെ അംശം സ്ഥിരീകരിക്കുമ്പോൾ അതിന്റെ അളവ് കൂടി അറിയാൻ അല്ലെങ്കിൽ മരണകാരണം സ്ഥിരീകരിക്കാൻ അതുകൂടി അറിയേണ്ടതുണ്ട്. അതിനായി ഇപ്പോൾ കേന്ദ്ര ഫോറൻസിക് ലബോറട്ടറിയിൽ നിന്നുള്ള രാസപരിശോധനാ ഫലത്തിന്റെ കാത്തിരിപ്പിലാണ് അന്വേഷണ സംഘം. ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. വിവാദ RTI ഉത്തരവിന്റെ വിശദീകരണം പിൻവലിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും വിജിലൻസ് വിഭാഗം ഇപ്പോഴും വിവരാവകാശ നിയമത്തിന് പുറത്തു തന്നെ. ഉത്തരവ് പിൻവലിക്കാതെ വിശദീകരണം മാത്രം പിൻവലിച്ചതാണ് ഇതിന് കാരണം. ഉത്തരവ് നിലനിൽക്കുന്നതിനാൽ മന്ത്രിമാർക്കെതിരെയുള്ള വിജിലൻസ് കേസുകളുടെ വിശദാംശങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കില്ല. വിവരാവകാശ നിയമം സംബന്ധിച്ച വിവാദ ഉത്തരവിനോടൊപ്പമുള്ള വിശദീകരണത്തിൽ മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രി, മന്ത്രിമാർ, മുൻ മന്ത്രിമാർ, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ എന്നിവരുമായി ബന്ധപ്പെട്ട അന്വേഷണ വിവരങ്ങൾ കൈമാറുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഭാഗം ഉൾപ്പെടുത്തിയിരുന്നു. വിവാദമായതോടെ ഈ വിശദീകരണം റദ്ദാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു. എന്നാൽ വിജിലൻസ് T ബ്രാഞ്ചിലെ 6 പ്രത്യേക വിഭാഗങ്ങളെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയ ഉത്തരവ് സർക്കാർ പിൻവലിച്ചിട്ടില്ല. അതിനാൽ മന്ത്രിമാർക്കെതിരെയുള്ള അഴിമതി കേസുകളുടെ വിശദാംശങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടാൽ അതീവ രഹസ്യ വിഭാഗത്തിൽപ്പെടുന്നതാണെന്ന് പറഞ്ഞ് അപേക്ഷ തള്ളാനുള്ള സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. വിവരാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് DB ബിനു. ഇലക്ഷന് തൊട്ടുമുമ്പ് വിവിധ മന്ത്രിമാരെക്കുറിച്ച് ഗൗരവതരമായ അഴിമതി ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുറത്തു വരാതിരിക്കാൻ കണ്ടുപിടിച്ച ഒരു ഉപായമായി ഇതിനെ കരുതാൻ കഴിയും. അഴിമതിയുമായി ബന്ധപ്പെട്ട് വിജിലൻസിന് രഹസ്യവിവരം നൽകുന്നവരുടെ പേരുവിവരം പുറത്തുവിട്ടാൽ അവരുടെ ജീവന് ഭീഷണിയുണ്ടാകുമെന്നതിനാൽ അതിൻ്റെ വിശദാംശങ്ങൾ വിവരാവകാശ നിയമപ്രകാരം നൽകേണ്ടതില്ല എന്ന് വിവരാവകാശ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. ഈ സാഹചര്യം നിലനിൽക്കെയാണ് ഇതേ കാരണം പറഞ്ഞ് സർക്കാർ പ്രത്യേക ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. KM ഉമേഷ്, കൊച്ചി. വിവരാവകാശ അപേക്ഷ നൽകുന്നതിൽ നിന്നും മാധ്യമപ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ നീക്കം. അപേക്ഷ നൽകുന്ന മാധ്യമപ്രവർത്തകരിൽ നിന്നും കൂടുതൽ പണം ഈടാക്കി അവരെ നിരുത്സാഹപ്പെടുത്തണമെന്ന് സംസ്ഥാന പൊതുഭരണ സെക്രട്ടറി കേന്ദ്ര സർക്കാരിനെ അഭിപ്രായം അറിയിച്ചു. വിവരാവകാശ നിയമം ഭേദഗതി ചെയ്യുന്നതിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുടെ അഭിപ്രായം തേടിയിരുന്നു. ഇതിന് കേരളം നൽകിയ മറുപടിയിലാണ് ഈ നിർദ്ദേശം. സംസ്ഥാന പൊതുഭരണ സെക്രട്ടറി കേന്ദ്രത്തിന് അയച്ച നിർദ്ദേശങ്ങൾ ഇവയാണ്. അപേക്ഷകർ ചോദ്യങ്ങളുടെ എണ്ണം കുറയ്ക്കണം. മാധ്യമപ്രവർത്തകരെ അപേക്ഷകർ എന്നുള്ളതിൽ നിന്ന് ഒഴിവാക്കണം. മാധ്യമപ്രവർത്തകരായ അപേക്ഷകരിൽ നിന്ന് അധിക തുക വാങ്ങണം. ശല്യക്കാരായ അപേക്ഷകരെ പിഴ ചുമത്തി നിരുത്സാഹപ്പെടുത്തണം എന്നിങ്ങനെ പോകുന്നു കേരളത്തിൻ്റെ നിർദ്ദേശങ്ങൾ. വിവരാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് DB ബിനു. ജനങ്ങളുടെ അറിയാനുള്ള അവകാശമാണ് മാധ്യമപ്രവർത്തകർ ഉപയോഗിക്കുന്നത്. അവർ ഇത്തരത്തിലുള്ള അഴിമതി കഥകൾ പുറത്തു കൊണ്ടുവരികയും ജനങ്ങളുടെ അറിയാനുള്ള മൗലികാവകാശം സംരക്ഷിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് വിവരാവകാശ നിയമം നമ്മുടെ രാജ്യത്തുണ്ടായത്. വിവരാവകാശ നിയമം അതിൻ്റെ 10 വർഷം പൂർത്തിയായ അവസരത്തിൽ ഇനിയും ഈ രൂപത്തിൽ ഈ നിയമം നിലനിൽക്കും
എന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമാണ് രാജ്യത്തുള്ളത്. കേന്ദ്രത്തിന് ഇത്തരത്തിൽ നിർദ്ദേശം സമർപ്പിച്ചതുവഴി വിവരാവകാശ നിയമം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് സംബന്ധിച്ച സർക്കാരിൻ്റെ ഉള്ളിലിരിപ്പ് വ്യക്തമായിരിക്കുകയാണ്. KM ഉമേഷ്, കൊച്ചി. യേശുക്രിസ്തുവിന്റെ അന്ത്യത്താഴ സ്മരണയിൽ ക്രൈസ്തവർ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്നു. ലോകമെങ്ങുമുള്ള ദേവാലയങ്ങൾ പെസഹ വ്യാഴത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു. എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിൽ നടന്ന പെസഹ ശുശ്രൂഷകൾക്ക് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നേതൃത്വം നൽകി. അഴിമതിക്കും കൈക്കൂലിക്കും വേണ്ടി ജീവിക്കുന്നവർ താൻ ദരിദ്രന്റെ പണമാണ് അപഹരിക്കുന്നതെന്ന് ഓർമ്മ വേണമെന്ന് പെസഹ സന്ദേശത്തിൽ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, വിവരങ്ങൾ. സൗമ്യ, ക്രൈസ്തവർ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുകയാണ്. ക്രിസ്തുദേവന്റെ തിരുവത്താഴ സ്മരണ, അദ്ദേഹം ശിഷ്യന്മാരൊപ്പം ഉള്ള അവസാന താഴ സ്മരണയും അതോടൊപ്പം തന്നെ വളരെ അദ്ദേഹം എളിമയുടെയും സഹനത്തിന്റെയും എല്ലാം പ്രതീകമായി തന്നെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വൃത്തിയാക്കിയതിന്റെയും ഓർമ്മ പുതുക്കലാണ് ക്രൈസ്തവർക്ക് പെസഹ ദിനം. ഇന്ന് രാവിലെ മുതൽ തന്നെ വിവിധ ദേവാലയങ്ങളിൽ പെസഹ ചടങ്ങുകൾ ആരംഭിച്ചു. കാൽ കഴുകൽ ശുശ്രൂഷയാണ് പെസഹ ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനം. പഴയ ഒരു സ്മരണ നിലനിർത്തിക്കൊണ്ട് തന്നെ 12 ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്ന ഒരു സ്മരണ പുതുക്കിക്കൊണ്ട് അത്തരം ചടങ്ങുകളാണ് ദേവാലയങ്ങളിൽ നിന്ന് കൂടുതലുമായി നടക്കുന്നത്. രാവിലെ സിറോ മലബാർ സഭയുടെ കത്തീഡ്രലായ സെന്റ് മേരീസ് ബസിലിക്കയിൽ നടന്ന ചടങ്ങുകൾക്ക് മാർ ജോർജ് ആലഞ്ചേരിയാണ് നേതൃത്വം നൽകിയത്. കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ശിഷ്യന്മാരുടെ കാൽ കഴുകൽ ശുശ്രൂഷയ്ക്ക് ശേഷം നടന്ന വചന പ്രഘോഷത്തിൽ അദ്ദേഹം ഇന്ന് പ്രധാനമായും പറഞ്ഞത് കൈക്കൂലിയും അഴിമതിയും കൊണ്ട് ജീവിക്കുന്നവർ അല്ലെങ്കിൽ ആ രീതിയിലുള്ള സ്വഭാവത്തോടെ സമൂഹത്തിൽ ഉള്ളവർ പാവങ്ങളുടെ പണമാണ്, ദരിദ്രരുടെ ഒരു ജീവിത മാർഗമാണ് തട്ടിയെടുക്കുന്നതെന്ന് ഓർമ്മ വേണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ ദേശീയവാദത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർ അത്തരം രീതിയിലുള്ള പ്രവണതകൾ ഒരിക്കലും സഹിഷ്ണുതയോടെ തന്നെ കാണാൻ കഴിയുന്ന കാര്യങ്ങളല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. വിവിധ ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ടും വിവിധ ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷകൾ നടക്കുന്നു. പ്രധാനമായും തന്നെ അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന കുരിശുമരണം അനുസ്മരിപ്പിക്കുന്ന ദുഃഖവെള്ളി, അതോടൊപ്പം തന്നെ ഉയർപ്പിന്റെ ഈസ്റ്റർ ഞായർ എന്നിവയുടെ എല്ലാം തന്നെ മുന്നോടിയായുള്ള പ്രധാന ചടങ്ങുകളുടെ തുടക്കമാണ് ക്രൈസ്തവർക്ക് ഈ ദിവസം പെസഹ വ്യാഴം. സൗമ്യ. കാലാകാലങ്ങളായി ശക്തികേന്ദ്രമെന്ന് ലീഗ് അവകാശപ്പെടുന്ന കൊടുവള്ളി 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PTA റഹീമിന്റെ അട്ടിമറി വിജയത്തോടെയാണ് ഇടതുപക്ഷത്തിന്റേത് ആയത്. അന്നു മുതൽ എണ്ണി പകരം ചോദിച്ച് മണ്ഡലം തിരിച്ചുപിടിക്കാൻ കാത്തിരിക്കുകയായിരുന്നു ലീഗിലെ ഔദ്യോഗിക പക്ഷത്തെ പിന്തുണയ്ക്കുന്ന പ്രവർത്തകർ. 2011 തെരഞ്ഞെടുപ്പിൽ VM ഉമർ മാസ്റ്ററിലൂടെ ലീഗ് അത് തിരിച്ചുപിടിക്കുകയും ചെയ്തു. എന്നാൽ 2016 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കൊടുവള്ളിയിൽ 2006 ആവർത്തിക്കുകയാണ്. കാലാകാലങ്ങളായി ശക്തി കേന്ദ്രമെന്ന് ലീഗ് അവകാശപ്പെടുന്ന കൊടുവള്ളി 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PTA റഹീമിന്റെ അട്ടിമറി വിജയത്തോടെയാണ് ഇടതുപക്ഷത്തിന്റേതായത്. അന്നു മുതൽ എണ്ണി പകരം ചോദിച്ച് മണ്ഡലം തിരിച്ചുപിടിക്കാൻ കാത്തിരിക്കുകയായിരുന്നു ലീഗിലെ ഔദ്യോഗിക പക്ഷത്തെ പിന്തുണയ്ക്കുന്ന പ്രവർത്തകർ. 2011 തിരഞ്ഞെടുപ്പിൽ VM ഉമ്മർ മാസ്റ്ററിലൂടെ ലീഗ് അത് തിരിച്ചുപിടിക്കുകയും ചെയ്തു. എന്നാൽ 2016 തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കൊടുവള്ളിയിൽ 2006 ആവർത്തിക്കുകയാണ്. MA റസാഖ് മാസ്റ്ററെ കൊടുവള്ളിയിൽ മത്സരിപ്പിക്കാൻ ലീഗ് തീരുമാനിച്ചതോടെ ലീഗിലെ ഒരു വിഭാഗം ഇടഞ്ഞു. നേരത്തെ ലീഗ് ഭരിച്ച കൊടുവള്ളി പഞ്ചായത്തിന്റെ പ്രസിഡന്റിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തിച്ച് രാജിവെപ്പിച്ച കാരാട്ട് റസാഖ് തിരഞ്ഞെടുപ്പ് കളത്തിലിറങ്ങി വീണ്ടും ഔദ്യോഗിക പക്ഷത്തിന് തലവേദനയാകും. UDFന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന കാരാട്ട് റസാഖിന്റെ പെട്ടെന്നുള്ള രാജി തീരുമാനം മുസ്ലിം ലീഗ് അണികളെ ശരിക്കും ഞെട്ടിച്ചു. കൊടുവള്ളിയിൽ മത്സരിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥിയെ ഇടതുമുന്നണി തേടുമ്പോഴാണ് ലീഗിൽ നിന്നും രാജിവെച്ച് കാരാട്ട് റസാഖ് ലീഗിനെതിരെ മത്സരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ടായത്. ഇതോടെ ഇടതുപക്ഷം കൊടുവള്ളി മണ്ഡലത്തിൽ കാരാട്ട് റസാഖിന് പിന്തുണ പ്രഖ്യാപിച്ചു. കാരാട്ട് റസാഖിന് പിന്തുണ അറിയിച്ച് ദിവസങ്ങൾക്ക് മുൻപ് കൊടുവള്ളിയിൽ ശക്തി പ്രകടനം നടത്തി നൂറുകണക്കിന് ആളുകൾ റസാഖിന്റെ വീട്ടിൽ വിമത കൺവെൻഷൻ സംഘടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അസംതൃപ്തിയുള്ളവർ താമരശ്ശേരിയിലും വിമത കൂട്ടായ്മ സംഘടിപ്പിച്ചു. സിറ്റിംഗ് MLA ആയ VM ഉമ്മർ മാസ്റ്റർക്ക് കൊടുവള്ളിയിൽ അവസരം നൽകാത്തതിലും MA റസാഖ് മാസ്റ്ററെ സ്ഥാനാർത്ഥിയാക്കിയതിലും പ്രവർത്തകർക്കുള്ള അമർഷമാണ് പ്രതിഷേധ കൂട്ടായ്മയിലെത്തിയത്. ഇരുമുന്നണികളും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതോടെ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ കൊടുവള്ളി മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ശക്തമാണ്.
ഇനി അറിയാനുള്ളത് മത്സരഫലത്തിലും 2006 ആവർത്തിക്കുമോ എന്നാണ്. കൊടുവള്ളിയിൽ നിന്നും വിനിഷ വൃന്ദാവൻ. നിറങ്ങളിൽ നീരാടി രാജ്യം ഇന്ന് ഹോളി ആഘോഷിക്കുന്നു. വസന്തത്തെ വരവേൽക്കുന്ന നിറങ്ങളുടെ ഉത്സവമാണ് ഹോളി. കനത്ത സുരക്ഷയിലാണ് ഉത്തരേന്ത്യയിൽ ഇത്തവണ ഹോളി ആഘോഷങ്ങൾ. ഫാൽഗുന മാസത്തിലെ പൗർണമി ദിനത്തിലാണ് ഹോളി ആഘോഷിക്കുന്നത്. ഓരോയിടത്തും ഓരോ ഐതിഹ്യങ്ങൾ ഹോളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നന്മയ്ക്കുമേൽ തിന്മ നേടിയ വിജയമായും പ്രഹ്ലാദന്റെ വിഷ്ണുഭക്തിയുടെ ഓർമ്മദിനമായുമെല്ലാം ഹോളി കൊണ്ടാടുന്നു. ഐതിഹ്യങ്ങൾ പലതാണെങ്കിലും ആഘോഷങ്ങൾ എല്ലായിടത്തും ഒരുപോലെ തന്നെ. വർണ്ണങ്ങൾ വാരിവിതറിയും മധുരപലഹാരങ്ങളും സമ്മാനങ്ങളും കൈമാറിയുമാണ് ആഘോഷം. ബാങ്കിന്റെ ലഹരിയില്ലാതെ ഉത്തരേന്ത്യക്കാരുടെ ഹോളി ആഘോഷത്തിന് പൂർണ്ണതയില്ല. ശൈത്യകാലത്തിന് വിട നൽകി ആർപ്പുവിളിയും ആഘോഷവുമായി ഉത്തരേന്ത്യൻ ജനത വസന്തകാലത്തെ വരവേൽക്കുകയാണ് ഹോളിയിലൂടെ. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുസ്ലിം ലീഗ് MLAയുടെ മരുമകനും വിദ്യാഭ്യാസ മന്ത്രിയുടെ PAയ്ക്കും സ്കൂൾ കേരളയുടെ ഡയറക്ടർ തസ്തികയിൽ വഴിവിട്ട് നിയമനം. ഇല്ലാത്ത ഡയറക്ടർ തസ്തികയിലാണ് 4 പേരെ വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് നിയമിച്ചത്. നിയമനാധികാരി സെക്രട്ടറിയാണെന്നിരിക്കെ മന്ത്രി PK അബ്ദുൾ റബ്ബ് നടത്തിയത് അനധികൃത ഇടപെടലാണ്. ഓപ്പൺ സ്കൂളിന്റെ പുതിയ രൂപമായ സ്കൂൾ കേരളയിലാണ് 4 ഡയറക്ടർമാരുടെ തസ്തികയിൽ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബ് നേരിട്ട് നിയമനം നടത്തിയിരിക്കുന്നത്. സ്കൂൾ കേരളയുടെ ചെയർമാൻ എന്ന നിലയിലാണ് മന്ത്രി നേരിട്ട് ഉത്തരവിറക്കിയത്. മതിയായ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തതിന്റെ പേരിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസിലെ ആരോപണ വിധേയനായ വ്യക്തിക്കും ഡയറക്ടർ തസ്തികയിൽ നിയമനം ലഭിച്ചിട്ടുണ്ട്. കൊടുവള്ളി MLA M ഉമ്മർ മാസ്റ്ററുടെ മരുമകൻ P അബ്ദുൽ ജലീൽ, അബ്ദുൾ റബ്ബിന്റെ PA TK അബ്ദുൽ നാസർ, സ്വകാര്യ വൊക്കേഷണൽ സ്കൂൾ അധ്യാപിക ശ്രീകല, അധ്യാപകനായ മനോജ് എന്നിവരെയാണ് ഡയറക്ടർമാരായി നിയമിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ മുൻ തീയതി വെച്ചാണ് ഉത്തരവിറക്കിയത്. ലീഗ് MLAയുടെ മരുമകന്റെ യോഗ്യതയ്ക്കനുസരിച്ച് നേരത്തെ സ്കൂൾ ഡയറക്ടർമാരുടെ തസ്തിക സൃഷ്ടിച്ചത് വിവാദമായിരുന്നു. സ്കൂൾ കേരളയുടെ നിയമാവലി മറികടന്നാണ് ഇവർ 4 പേരെയും നിയമിച്ചിരിക്കുന്നത്. ജനറൽ കൗൺസിൽ യോഗത്തിനാണ് ഡയറക്ടർമാരെ നിയമിക്കാൻ അധികാരം. യോഗം ചേരാത്ത പക്ഷം സെക്രട്ടറിക്കാവും ഭരണപരമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അധികാരമെന്നിരിക്കെ മന്ത്രി ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചാണ് 4 ഡയറക്ടർമാരെ നിയമിച്ചിരിക്കുന്നത്. ലോകായുക്തയിലും ഹൈക്കോടതിയിലും കേസ് നിലനിൽക്കെയാണ് ഡയറക്ടർമാരെ ഏകപക്ഷീയമായി തീരുമാനിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുൾ റബ്ബ് ഉത്തരവിറക്കിയത്. S ജീവൻകുമാർ, തിരുവനന്തപുരം. കനത്ത വേനലിൽ ഇടുക്കി പെരിയാർപ്പുഴയിൽ വൻകിട തോട്ടങ്ങളുടെ കടുത്ത ജലചൂഷണം. അതിശക്തിയേറിയ മോട്ടോറുകൾ ഉപയോഗിച്ച് മിനിറ്റിൽ ലക്ഷക്കണക്കിന് ജലമാണ് വൻകിടക്കാർ കൃഷിക്കായി നിയമവിരുദ്ധമായി ഊറ്റുന്നത്. നടപടി സ്വീകരിക്കേണ്ട ജില്ലാ ഭരണകൂടം പക്ഷേ ജലചൂഷണ കാര്യം അറിഞ്ഞ മട്ടില്ല. കടുത്ത വേനലിൽ കുടിവെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടമോടുമ്പോഴാണ് ഇടുക്കി പെരിയാർപ്പുഴയിൽ നിന്നും വൻകിട തോട്ടങ്ങൾ വൻതോതിൽ ജലചൂഷണം നടത്തുന്നത്. കൃഷിക്കാവശ്യമായ ജലം ശക്തിയേറിയ മോട്ടോറുകൾ സ്ഥാപിച്ചാണ് ഊറ്റിയെടുക്കുന്നത്. നദികളിൽ നിന്നും അനധികൃതമായി ജലചൂഷണം പാടില്ലെന്നിരിക്കെയാണ് വൻകിടക്കാരുടെ ജലമോഷണം. വള്ളക്കടവ് മുതൽ ആലടി വരെ മാത്രം പെരിയാർ തീരത്ത് 14ഓളം വൻകിട തോട്ടങ്ങളാണുള്ളത്. മിനിറ്റിൽ 1 ലക്ഷം ലിറ്റർ വരെ ജലം പമ്പ് ചെയ്യാൻ കഴിയുന്ന അതിശക്തിയേറിയ മോട്ടോറുകളാണ് പുഴയുടെ തീരത്ത് തോട്ടം ഉടമകൾ സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പ്രതി മണിക്കൂറിൽ ഊറ്റിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലേക്കുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ച് വെള്ളം എസ്റ്റേറ്റുകളിലേക്ക് വേനലിനെ ശമിപ്പിക്കാൻ അല്ലെങ്കിൽ വരൾച്ച തടയാനെന്ന് പറഞ്ഞിട്ട് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉപയോഗിക്കുന്നതിന് മൂലം ഏതാണ്ട് വണ്ടിപ്പെരിയാർ മുതൽ ഉപ്പുതറ വരെയുള്ള പ്രദേശങ്ങളിൽ 18ഓളം മോട്ടോറുകളാണ് ഇത്തരത്തിൽ എസ്റ്റേറ്റ് ഉടമകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടമോ ബന്ധപ്പെട്ട ജലസേചന വകുപ്പിന്റെ അധികാരികളോ ഇതുവരെ തയ്യാറായിട്ടില്ല. പുഴയിൽ നിന്നുള്ള ജലചൂഷണം തടയാൻ ജില്ലാ കളക്ടർ പ്രത്യേക സ്ക്വാഡിനെ നിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സംഘം പെരിയാറിലെ ജലചൂഷണത്തെക്കുറിച്ച് ഇനിയും അറിഞ്ഞിട്ടില്ല. വരും ദിവസങ്ങളിൽ വേനൽ കടുക്കുന്നതോടെ ഉണ്ടാകാൻ പോകുന്ന വരൾച്ച നേരിടാൻ ജനങ്ങൾക്കായി പ്രകൃതി കരുതിവെച്ച ശുദ്ധജലമാണ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ തോട്ടം ഉടമകൾ നിർബാധം ചൂഷണം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.